ഹലോ ഗായ്സ്, ഞാൻ ഒരു പാവാണെന്ന്. ഞാൻ ട്രാക്ടർ കൊണ്ട് ഇതാണ് ഇന്ന് ഞാൻ എൻ്റെ പണി ലീവാണ്, അതുകൊണ്ട് ഞാൻ വൈബൊക്കെ കാണാൻ വന്നതാണ്. പിന്നെ നമ്മളൊക്കെ നാളെ പണിയുണ്ട്, അത് ചെയ്തേക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഗായ്സ്, ഞാൻ ബീച്ച് സൈഡൊക്കെ ഒന്ന് പോയോക്കട്ടെ, അവിടുത്തെ വൈബ് എന്താണ്. ഇതാണ് നമ്മളെ ബീച്ച് സൈഡിലത്തെ വൈബ്. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിച്ചാനൊരു ഇതുണ്ടായിന്, ഒരു പോതി. പക്ഷേ വേണ്ട വെച്ചിട്ട് നമ്മൾ വെറുതെ പോയി. പുറത്തെ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ കടലിൽ നീന്തി കളിക്കാൻ അത്രക്കും ഇതൊന്നുമില്ല, രസമല്ല. ഗൈസ്, എൻ്റെ ബോസ് വരുന്നുണ്ട്. ധോനെ കണ്ടെന്നാ തോന്നുന്നത്. ഒന്ന് അടുത്തൊക്കെ പോയോക്കട്ടെ കേട്ടോ. സീനാണ് തോന്നുന്നു ഗൈസ്, നല്ല സീനാണ്. ഞാൻ ഈ ലീവ് ആയിട്ട് പണിയിലിറങ്ങി ബോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. സോറി ബോസ്, സോറി. നീ ജോലിക്ക് വരാതെ കറങ്ങി കളിക്കാനല്ലടാ. ഇല്ല ബോസ്, ഞാൻ നാളെ പണിക്ക് വരാം. ഇന്ന് ജോലിയിൽ നിന്ന് പുറത്തേക്ക് വിടല്ലേ ബോസ്. സീനാണ് ഗൈസ്, നമുക്ക് ഓടി രക്ഷപ്പെടാം. അയ്യോ 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 അയ്യോ, മുതലാളി വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് എളുപ്പം എസ്കേപ്പ് ചെയ്യാം. വെറുതെ വിടൂല. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താം. ഇത് ബീച്ച് സൈഡാണ്, അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് എളുപ്പം എത്തൂല. കുറെ തിരിഞ്ഞു മറിഞ്ഞ് റൂട്ടാണ്. നമ്മളെ വീട്ടിലേക്ക് പോവാൻ തിരിഞ്ഞു മറിഞ്ഞും പോകണമെങ്കിൽ നല്ല ടഫാണ്. ഇവിടുത്തെ റോഡിൽ ഇങ്ങോട്ടാണ് ഹൗസ്, ഇങ്ങോട്ടാണ് നമ്മളെ ഹൗസ് എന്ന് ഒന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല, എന്താന്നാവാം. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ട്രാക്ടറാണ്. എനിക്ക് വണ്ടിനോണ്ടുള്ള ഇഷ്ടം കൊണ്ട് എടുത്തു പോകുന്നതാണ്. ഇതിന് നമ്പറും പെർമിറ്റൊന്നുമില്ല. ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ചോക്കട്ടെ, ഇതിൻ്റെ നമ്പറും പെർമിറ്റൊക്കെ എപ്പോഴാണ് കിട്ടൽ. പോലീസ് കണ്ട അപ്പം തൂക്കിയെടുത്ത് കൊണ്ടുപോകും. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക, അതാണ് സേഫുള്ള കാര്യം. ഈ ട്രാക്ടർക്ക് കൺട്രോൾ ഇല്ല, അതുകൊണ്ട് വയലിൽ ഫുള്ള് ആൾക്കാരാണ്. അതുകൊണ്ട് തട്ടാതെയും മുട്ടാതെയും പോകണം. ഏത് നേരത്താണോ ഈ വണ്ടിക്ക് എടുത്തിറങ്ങാൻ തോന്നിയത്. എൻ്റെ കഷ്ടകാലം കൺട്രോൾ ചെയ്യുക. ഞാൻ എൻ്റെ ഫ്രണ്ട് യാഷിനെ വിളിച്ചോക്കട്ടെ, എൻ്റെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന്. വേറെ വണ്ടി കിട്ടുമെന്ന് നോക്കാനാണ്. ട്രാക്ടർ സീലും സ്പീഡ് ഇല്ലാഞ്ഞുകൊണ്ട്. 98 30 60 തോന്നുന്നു ഗൈസ്. 60 30 54 10 കൊടുത്തൊക്കെ. മോൻ്റെ നമ്പർ അതാണ്. അവനക്ക് അങ്ങനെ പേരൊന്നുമില്ല, അതുകൊണ്ടാണ്. അവൻ ഫോണ് കട്ടാക്കി ഗൈസ്, എന്തോ പ്രോബ്ലം ഉണ്ട്. അവനെ വിളിച്ചിട്ട് കിട്ടണില്ല. നമുക്ക് ഈ വണ്ടി എടുത്ത് തന്നെ പോകേണ്ടി വരും. ചിലപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം ആയിക്കാരം. ഉള്ള സ്പീഡ് കൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. വേറെ ഒരു വഴിയുമില്ല ഗൈസ്. സിറ്റി എത്താനായി ഗൈസ്. സിറ്റിയിൽ തന്നെയാണ് വീട്. ഒരു മഞ്ഞ വീടാണ്, ചെറിയൊരു വീടാണ് നമുക്കുള്ളത്. ഉള്ള പൈസ കൊണ്ട് ഫുള്ളും കഴിഞ്ഞ് 400 പൈസ. അതുകൊണ്ടാണ് നമ്മൾ വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് കൂടി എടുത്തുകൊണ്ട് നേരെ പോയാൽ പെട്രോൾ സ്റ്റേഷൻ എത്തി. അത് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങോട്ട് പോവാൻ കേട്ടോ. ഞാൻ ഇങ്ങനെ കൊണ്ട് പോയി വെക്കട്ടെ, വീടിൻ്റെ പോകുന്നു. ഈ ട്രാക്ടറിൻ്റെ ബാക്കത്തെ ടയർ നല്ല വലുപ്പമാണ്. അയ്യോ ഗൈസ്, എൻ്റെ ടയർ കുടുങ്ങിയിരിക്കട്ടോ. ഭാഗ്യത്തോണ്ട് വീണ്, അല്ലെങ്കിൽ ഇപ്പം തന്നെ കുടുങ്ങീന്. എന്നിട്ട് ട്രെയിനിനൊക്കെ വിളിച്ചുകൊണ്ട് എടുത്തേണ്ടി വരും. ഇത് കയറാൻ പറ്റുമോ നോക്കട്ടെ ഉള്ളിലേക്ക്. ഇത് കയറാൻ പറ്റുമോ നോക്കാം ആദ്യം.
കയറാൻ പറ്റില്ല ഗൈസ്, ചെറുതായി കയറുന്നുണ്ട്. ഇനി കുടുങ്ങുന്ന ഗൈസ് ഈ വേസ്റ്റ് കൊട്ട അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്നു. ആരാന്നാവാം ഗെയിമുണ്ടാക്കിയത് തന്നെ കാർ. അപ്പോൾ ഗൈസ് വണ്ടി കയറി ഇവിടെ നല്ലപോലെ പാർക്ക് ചെയ്ത് വെക്കട്ടെ. ഗൈസ് ഈ ട്രാക്ടർ നല്ലതാണ് വീട്ടിലിങ്ങനെ ഒരു മോഡൽക്കൊക്കെ നിർത്തുമ്പോൾ. ഗൈസ് ഏതായാലും ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറട്ടെ, മയങ്ങാൻ പോട്ടെ, അല്ല ഉറങ്ങാൻ വിട്ടോ ഗൈസ്. ഞാൻ ആദ്യം എന്തൊക്കെ ഫ്രഷ് ആയിട്ട് വരട്ടെ ഗൈസ്. ഈ സോഫ ഇതൊക്കെ നമ്മുടെ ഡിക്കി മെഹുൽ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കാനാണ്. സ്നൈപ്പർ കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വെക്കാൻ വെറുതെ കണ്ടോ ഗൈസ്. സോഫ നല്ല അടിപൊളി തന്നെയാണ്, പക്ഷെ പച്ചയാണ്, അത് പോരാ. വെള്ള ചുവപ്പ് അങ്ങനത്തെയാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. ഇതും കൂടി ഉണ്ട്, ചായ ക്ലാസ് ഉണ്ട്, എന്തൊക്കെയാണ് വെച്ചിങ്ങനെ കേക്ക് ഉണ്ടാകുന്നോ, ചെറിയ കേക്കും കൂടി ഉണ്ട്. തായി പോയിച്ചൊന്ന് ഉറങ്ങട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റെപ്പിൽ ഇറങ്ങി പോവാണ് ഗൈസ്. ആ കാണുന്ന നമ്മളെ റിച്ചസ് ബെഡ്. ഓക്കെ ഗൈസ്, എ സി കണ്ട്. എ സി എന്നോ കേടുന്നൊരാഴ്ച ഉറങ്ങി ഗൈസ്. നല്ല സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഒന്നുകൂടി ഇറങ്ങിയേക്കാം. ലാവിലായോ? ഓക്കെ, ലാവിലായി ഗൈസ്. നമുക്ക് ജോലിക്ക് പോവാം, റെഡി ആവാം. നമുക്ക് ഓൾറെഡി റെഡി ആയാണ്ടാണ് നമുക്ക് കുളിച്ചാതെ പോവാ. ഇനിയിപ്പോൾ കുളിക്കാൻ നേരം രാവിലെ നീച്ച് നോക്കിയപ്പോൾ 8 മണിയായി തുടങ്ങിയാണ്. 8 മണീൻ്റെ മുന്നേ എത്തണം എന്നാണ് ബോസ് പറഞ്ഞത്. 8 മണിയില്ല, 12 മണി കഴിഞ്ഞിട്ട് 1 മണിക്കൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ 8 മണിക്ക് തന്നെ റെഡിയായി പോയി. കുളിച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ 9 മണിയാവും. അപ്പോൾ നമ്മൾ ഇതിൽ കൂടി പോയിട്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അവിടെ തന്നെയാണ് കൃഷി ഉണ്ടാവുക. പക്ഷേ ഫ്രണ്ടിൻ്റെ വീട് യേശിൻ്റെ വീടിൻ്റെ അടുത്താണ്. പക്ഷേ ഏറ്റവും യേശിൻ്റെ വീടിൻ്റെ അടുത്തല്ല, ആ കാണുന്ന വെള്ള വീടുണ്ട് എയർപോർട്ടിൻ്റെ അടുത്ത്, അതാണ് യേശിൻ്റെ വീട്. അതിൻ്റെ റാമ്പിൻ്റെ അവിടെ തന്നെയാണ് നമ്മളെ കൃഷി വളർത്തുന്ന സ്ഥലം. എന്നൊക്കെ നല്ലപോലെ കൃഷി വളർത്തിക്കൊണ്ട് ബോസ് ഇവിടെ അവിടെ ഉണ്ടാവും. രാവിലെ ബോസ് വരും കാരണം ഉണ്ടാവും. കാരണവശാൽ മാഡം അവിടെ ഉണ്ട്. മാഡം ഉണ്ട്, മാഡത്തോട് ചോദിച്ചേക്കണം അവിടെ ബോസ്. പക്ഷേ ചോദിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് കൃഷി വളർത്തിയേക്കാം. ബോസിനെ കണ്ട് ഗൈസ്, ബോസിനെ കണ്ട്. ബോസ് വിലയിരുത്തുന്നുണ്ടാവും ഇവനെ ശരിക്കൊന്നും പച്ചച്ചലല്ല, ശരിക്കും വന്നുകയാണല്ലോ ചേന്. അപ്പോൾ ഗൈസ് നമ്മൾ കൃഷി വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായി ഒന്ന് ക്രാഷ് ആയിക്കണം ഗൈസ്. നമ്മൾ ടയറ് ലെഫ്റ്റത്തെ റൈറ്റത്തെ ടയർ ചെറുതായി ഒന്ന് ഇതായി. ഓക്കെ, കൃഷി കുറേ വളർത്താണ്ട് കേട്ടോ. ഈ കൃഷി വളർത്തിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു ഇതുണ്ടോ, ഒരു കൊട്ട. ആ കൊട്ടിക്ക് പുല്ലൊക്കെ വരും, പക്ഷെ കാണാൻ പറ്റൂല കേട്ടോ. ഇപ്പം നമ്മൾ കൃഷി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇപ്പം എന്താ വന്നു വെച്ചാൽ ബോസിനെ അവിടെ 2 മിനിറ്റ് കൊണ്ട് കാണാനില്ല. അപ്പോൾ ഇവിടെയാണ് ചിലപ്പം ബോസ് എളുപ്പം വരില്ല. എന്നും പോയി നോക്കാം പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക്. ഇവരെ ഓടേണ്ട വല്ല കൺഫ്യൂഷൻ ആവുമല്ലോ, എന്തോ ഡൗട്ട് ഗൈസ്. നമ്മൾ ബോസ് ഇതല്ല ബോസിൻ്റെ മുടിയൊക്കെ ബ്ലൂ കളറാണ്, ഹെയർ കളർ. അതാ ബോസ് എന്താടാ ബോസ്? ഞാൻ ഈ കൃഷി വളർത്തിക്കൊണ്ടിരിക്കണ ബോസ് കണ്ടോ? ആ മോനെ ഞാൻ കണ്ടു. പൈസ കിട്ടി ഗൈസ്, നമുക്ക് പൈസ കിട്ടി. കൃഷി കൊണ്ട് കിട്ടിയപ്പോൾ പൈസയും കിട്ടി. ഞാൻ ഇനി പോവാം. നമുക്ക് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് നമ്മുടെ ഫ്രണ്ടിനോട് ചോദിച്ചേക്കാം. അയ്യോ, നമ്മൾ ടയർ ഇവിടെ കുടുങ്ങി ഗൈസ്, കുടുങ്ങി. ഭാഗ്യത്തോണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, നമുക്ക് വല്ലോണം വലിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഇനി നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എടുത്തു ഗൈസ്, ലെഫ്റ്റ് എടുത്തു. ഇനി നേരെ പോയിട്ട് റൈറ്റ് എടുക്കണം.
നോക്കിയാൽ നമ്മൾ സ്ട്രൈറ്റ് ആയി പോകുന്നുണ്ട്. ലെഫ്റ്റ് എടുക്കേ. ഓക്കെ ഗൈസ്, ഇപ്പം തന്നെ ചെറിഞ്ഞു വീണു കേട്ടോ. ഇപ്പം ലെഫ്റ്റ് എടുത്തു. നമുക്ക് ഇനി ലെഫ്റ്റ് എടുത്തുകൊണ്ട് ഇനിയും ലെഫ്റ്റ് എടുക്കുക. പിന്നെയും ലെഫ്റ്റ് എടുക്കണമല്ലോ. സ്വിമ്മിംഗ് പൂൾക്ക് വയ്ക്കേണ്ട. ഇത് റിയൽ സ്വിമ്മിംഗ് പൂളാണ്. നമ്മൾ ഉള്ള ഒരു ലോക്കൽ സ്വിമ്മിംഗ് പൂൾ. അത് സ്വിമ്മിംഗ് പൂളാണ് വിചാരിക്കും, പക്ഷേ നീന്താനൊന്നും പറ്റില്ല. വല്ല ലക്ഷറീസ് വീടുള്ള ഗൈസ്. ഇത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷമായി. നമ്മൾ ഇറങ്ങാം. ഇത് ഇറങ്ങണമെന്നും അപ്ലോഡ് ഇല്ല, ഈ ഒരു ചെയ്തിട്ടില്ല. അവർ തന്നെ ഗ്ലിച്ചുണ്ടായിട്ട് ഇറങ്ങിയുള്ളൂ. ഈ ജിമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓൻ നിൽക്കുന്നതാ. അപ്പോൾ ഗൈസ് ഓൻ ചോദിച്ചേക്കാം, എത്രയാണ് എൻ്റെ അക്കൗണ്ടിലെ പൈസ? നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവിടുത്തെ എന്താ ഇത്? അപ്പോൾ അക്കൗണ്ടിലെ പൈസ എത്രയാണല്ലേ എടാ ചോദിച്ച് ആഷ്. എൻ്റെ അക്കൗണ്ടിൽ ഇമെയിൽ അല്ലല്ലോ. ഓക്കെ, ഹേഷിൽ കൊടുക്കാം. അൻ്റിൽ എത്രയാണ്? അല്ല, വേറെ ഇരിക്കും. അൻ്റിൽ കുറേ പൈസ ഉണ്ട്. 1,0,0,0,1,3,3,6,9. എണ്ണാൻ പറ്റൂല ഗൈസ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഗൈസ് എടാ അൻ്റിക്ക് ഇത്രയും പൈസ ഉണ്ട്. ഓക്കെ ഓക്കെ ഇനി നോക്കട്ടെ. ഓക്കെ കോൾ കൊടുക്കാം. അൻ്റിക്ക് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ. നോക്കട്ടെ. ഓക്കെ ഞാൻ ഇവിടെ വെറുതെ പോയി. എന്നാൽ പോയിക്കോ. എവിടെയെങ്കിലും പോയി നോക്കിയാൽ മതി. ഓക്കെ ശരി, ഞാൻ നോക്കിയിട്ട് പോയേ ഗൈസ്. ഞാൻ പോയിട്ടോ. ഓക്കെ, ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാത്തവരും മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഈ ട്രാക്ടർ വിൽക്കാൻ പോവാം. നമ്മൾ നേരെ അങ്ങോട്ടാണ് വീഴുന്നത്. ഓക്കെ ഗൈസ്, ഇനി അങ്ങോട്ട് എടുക്കണ്ടേ. ഇനി ലെഫ്റ്റ് എടുത്തേക്കാം. ഇനി പോവാം. നേരെ സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ് എടുക്കണമെന്നാണ് തോന്നുന്നില്ല. റൈറ്റ് ഒക്കെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നേരെ പോകുന്നുണ്ട്. ഇനി ലെഫ്റ്റ് എടുക്കുക, അല്ല റൈറ്റ് എടുക്കണം. ഓടിയപ്പോൾ തന്നെ നമ്മൾ ഇടിച്ച് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. ഈ കാരണം നമ്മൾ എയർപോർട്ടാണ്. പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ഇങ്ങനെ ഇതാ. പണ്ടൊക്കെ വേറെ ഒരു മോഡലേ. പിന്നെ ഗൈസ് നമ്മൾ ബി സൈഡ് എത്തി. ഇതേതോ കോയിൻസ് ഉണ്ട് പേരുള്ള കാറാണ്. കോയിൻസ് അങ്ങനത്തെ ഒരു പേരുള്ള കാർ ആദ്യമായിട്ടുണ്ടോ ഗൈസ് ഞാൻ കേൾക്കണം. ഇപ്പം തന്നെ ജസ്റ്റ് മിസ്സായി. ഓഡിയോന് ഇപ്പം തന്നെ തട്ടീനിട്ടോ. എന്തായാലും നല്ലപോരാണ് വിട്ട്, അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മളെ പേരാക്കിനോലെ. ഗൈസ് നമ്മൾ വിൽക്കാനുള്ള സ്ഥലം എത്താനായിരുന്നു തോന്നല. എല്ലാം പോട്ടെ, കാണാൻ പോട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ ട്രാക്ടർ വിൽക്കാനുള്ള സ്ഥലം എത്തി. അപ്പം ഞാൻ ഈ ട്രാക്ടറിന് ഇറങ്ങട്ടെ ഗൈസ്, പാർക്ക് ഇവിടെ നല്ലപോലെ ചെയ്യട്ടെ. ഇവിടെ വിൽക്കണമെന്നും എനിക്കറിയില്ല. ചിലപ്പം ബോംബിട്ടുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിക്കഴിക്കാരോ. അതേ കാര്യം ഇവിടുത്തെ റീൽസ് ഗൈസ്. ഇവിടെ സ്കൂട്ടി ഉണ്ട്, ഫ്രീ ആയിട്ട് കിട്ടും. പൈസ ഒന്നും ക്യാഷൊന്നും കൊടുക്കാതെ കിട്ടും, ഫ്രീ. അത് ഇവിടുത്തെ വീട്ടിലേക്ക് തിരിച്ച് വേറെ വണ്ടി ഉണ്ടാവില്ലല്ലോ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്കൂട്ടി ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മൾ സ്കൂട്ടി കൊണ്ട് പോവാന്ന് ഗൈസ്. നമ്മൾ സ്കൂട്ടി ഇതാ ഒരു മുമ്പിൽ തന്നതാണ്. നമ്മൾ വണ്ടി വിറ്റത് എങ്ങനെ വെച്ചാൽ വിറ്റൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. നമ്മൾ പറപ്പിച്ച് പോവാൻ കേട്ടോ. സ്കൂട്ടി അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, പക്ഷേ സ്കൂട്ടിയും നല്ല സ്പീഡുള്ള ബൈക്കാണ് കേട്ടോ. KTM അങ്ങനത്തെ വണ്ടിയാണ്. പിന്നെ ജൂറാസിക് പാർക്കിൻ്റെ അവിടെ അല്ല, ജൂറാസിക് പാർക്കല്ല അത്. നമുക്ക് റാമ്പൊക്കെ ഉണ്ട്. പെട്രോൾ ഇതിന് കുറച്ചുള്ളൂ, ഒരു 7-5 അത്രേ ഉള്ളൂ പെട്രോൾ. അപ്പോൾ ഗൈസ് പെട്രോളൊക്കെ അടിച്ചട്ടെ. മോനെ എത്ര പെട്രോൾ വണ്ടിയത്? അപ്പൊ ഗൈസ് പെട്രോളൊക്കെ കഴിഞ്ഞിട്ടോ. പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഡീസൽ അടിച്ച വണ്ടി പിന്നെ പോവില്ല, പിന്നെ കത്തും വണ്ടി. ഡീസലൊന്നും പെട്രോളാണ് ഇതിന് നല്ലതൊന്നും തോന്നുന്നത്.
അപ്പോൾ ഗൈസ് നമ്മുടെ വീട്ടിലേക്ക് എണ്ണ അടിച്ചപ്പോൾ നല്ല സ്പീഡ് ഉണ്ടായിട്ടോ. ഗൈസ് നമ്മളെ ഇത് സയൻറ്റിസ്റ്റിൻ്റെ വീടാണ്. ഇതൊരു വില്ലേജാണിത്. അതുകൊണ്ട് സയൻറ്റിസ്റ്റിനോടൊക്കെ ഇത് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകാമെന്നാണ്. ഇതാണ് തോന്നുന്നു വീട് അല്ലേ? ഇതന്നെയാണ് വീട്. നമുക്ക് ഇതില്ല, ലോട്ടറി അല്ല ഇപ്പോൾ അടിച്ചത്. അതുകൊണ്ട് ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ട് പോകണം. ഇത് അല്ലാതെ പോയാൽ നമുക്ക് നാണക്കേടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞിട്ട് പോയി വീണ്ടും വന്നിട്ടുണ്ട് പുറത്തേക്ക്. ഈ ബാഗ് എന്തിനാണ് വിട്ടത്? ചിലപ്പം എൻ്റെ പൈസ ഒക്കെ വെക്കാനേ കാരണം. ഓക്കെ, നമ്മൾ ബാക്ക് അടിച്ച് പോവാണ്. ഇനി തിരിക്കണം, നല്ലപോലെ തിരിച്ചിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മൂല്യം കുത്തിയിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ പോയി ഒപ്പത്തന്നെ അയാളെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവിടെ വില്ലേജിൽ? സയൻറ്റിസ്റ്റ് അത്ര ഉള്ളൂ എന്ന് തോന്നുന്നില്ല. സയൻറ്റിസ്റ്റും എമ്മിയും കുട്ടിയൊക്കെ എല്ലാവരും ഉണ്ട്. സയൻറ്റിസ്റ്റൊക്കെ എത്ര കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ 3 കുട്ടികളുള്ളൂ. ഒരു പെണ്ണൊരാണും 2 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പറപ്പിച്ച് പോവാം. ഇപ്പം തന്നെ ലാംബോയിൽ ഇടിച്ചീന് കേട്ടോ ഗൈസ്. ഇപ്പം തന്നെ പെണ്ണുമ്പിള്ളേനെ ഇടിച്ച് നിർത്തിന്. അപ്പോൾ ഗൈസ് നമ്മളും പോവും. അത് വേറെ കാര്യം, നമ്മൾ റോക്കറ്റ് പോലെ പറഞ്ഞു പോകും പെണ്ണുമ്പിള്ളേനെ അടിച്ചാൽ. ഗൈസ് നമുക്ക് ഈ ബൈക്കൊന്ന് ബോംബെടുത്ത് പൊട്ടിച്ചാലേ അല്ലെങ്കിൽ വേണ്ട. നമുക്ക് കാർ ഷോറൂം വരെ ഇതുകൊണ്ട് പോയേക്കാം. ഗൈസ് കാർ ഷോറൂം അടുത്ത് തന്നെയാണ് നമ്മൾ വെറുതെ പൊട്ടിക്കേണ്ട സ്കൂട്ടി. അവിടെ എത്തണമെങ്കിലും കുറച്ച് പാടാണ് ഗൈസ്. നമ്മൾ ചോദിച്ചു നോക്കി ഇവിടെ കാറുണ്ടോയെന്ന്. ലാസ്റ്റ് കാറാണ് ഗൈസ് അത്. അതുകൊണ്ട് ഭാഗ്യത്തോടെ നമ്മൾ എത്തി. അല്ലെങ്കിൽ വേറെ ആൾക്കാർ വന്ന് കൊണ്ടുപോകണ്ടേ, പിന്നെ വേറെ കാർ ഷോറൂമൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഗൈസ് നമ്മൾ ചോദിച്ചപ്പോൾ അത് കുറേ വില ഉണ്ട്, 1 ലക്ഷം. അപ്പോൾ കൊടുത്തുകൊണ്ട് വന്നു ഗൈസ് നമ്മൾ. എന്നിട്ട് നമുക്ക് പോവാം. നമ്മളെ യേശുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തിനാ വെച്ചാൽ നമുക്ക് ആ വീട് നമ്മൾ പൈസ കൊടുത്ത് മേങ്ങിന്. അത് 7 മാസം നിൽക്കാൻ അവൻ പറഞ്ഞിന് കേട്ടോ. അപ്പോൾ പോയേക്കാം. ഞാൻ പറപ്പിച്ച് വിടാൻ കേട്ടോ കാറ്. അവിടെ തട്ടോ മുട്ടോ എന്തെങ്കിലും ചെയ്താൽ നമ്മളെ കാറ് പോക്കാം ഗൈസ്. നമ്മളെ യേശുവിൻ്റെ വീട് അവിടെ എത്തുകയെന്നായി. ഇവിടുന്ന് റൈറ്റ് എടുത്തപ്പോഴാണ് ഇത് ഗൈസ്. നമ്മളെ യേശുവിൻ്റെ വീടിൻ്റെ അവിടെ എത്തി. ഇത് എയർപോർട്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നും തരുന്നുണ്ട്. പക്ഷെ ആരും ദുബായിക്കൊന്നും പോകണില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എയർപോർട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ യേശുവിൻ്റെ വീടെത്താനായി. ഈ കോയിൻസ് എന്തോ ഈ സ്പോർട്സ് കാറൊക്കെ ഇവിടെ നല്ല സ്പീഡൊക്കെ ഉണ്ടാവും. പക്ഷെ ഓരോ സ്പീഡിൽ പോവില്ല. എന്താണോ അതെന്താ മുമ്പിൽ? ഓ ഗൈസ് നമ്മൾ പോലീസാണ് ഗൈസ്. പോലീസ് നമുക്കൊന്ന് ഇറങ്ങി നോക്കിയേക്കാം ഗൈസ്. നമുക്കൊന്ന് നടന്നേക്കാം. ഓലിരാടിക്കാൻ ഞാൻ ബോസാണ് ഇന്നത്തൊന്ന്. ബോസ് അതാണ് ബോസ്. കണ്ട് ഒരു മാറ്റി വെച്ച് നമുക്ക് റിയലായിട്ട് എന്താന്ന് നോക്കിയേക്കാം കേട്ടോ. ഓക്കെ, ഓല മാറ്റൊക്കെ ഉണ്ട് നമുക്ക്. ഓലേക്കലാണ് ഇപ്പോൾ ക്യാമറ ഒക്കെ ഉള്ളത്. ആ പെണ്ണുമ്പോൾ തന്നെ ഇപ്പം തന്നെ അടിച്ച് തള്ളിട്ടോ. അല്ല തള്ളിയിട്ട് ഗൈസ്. പോലീസുകാർക്ക് തീരും വണ്ടി ഓടിക്കാറില്ല. ഓക്കെ ഗൈസ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളല്ല, പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും കാറുകളുണ്ടല്ലേ ഓലിക്ക്. ഒരു പോലീസ് ജീപ്പ്, ഒരു പോലീസ് സാധാ കാറുണ്ട്. ഇത്രയും കാറുണ്ട്. നമ്മൾ ചില പോലീസായാൽ നമുക്കാണെന്നും ചിലപ്പോൾ പേട്ട സ്കൂട്ടിയൊക്കെ ഇറങ്ങിട്ടാം ഗൈസ്. നമ്മൾ വീട്ടിലെത്തിയിട്ട് ഓൻ പുതിയ റേഞ്ച് റോവറൊക്കെ മേങ്ങി വെച്ചങ്ങനെ. നീ വീടിന്റെ ഫ്രണ്ട് നിർത്തിക്കോടാ. കേറിക്കോ. ഓക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ കേറി. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇവിടെ വെച്ച് എൻജോയ് ചെയ്യാണ്. ലൈക്ക് ചെയ്യാത്തവർ മാക്സിമം ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക. ഇവിടേക്കുള്ളൂ.